ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുടെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം പരിഗണിക്കും. അതിനിടയിൽ ഫെനി നൈനാനെതിരെ അതിജീവിത ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ നടപടിയിൽ പ്രതികരിച്ച് ഫെനി നൈനാൻ തനിക്കെതിരെ കേസെടുത്തത് രാഷ്ട്രീയ വേട്ടയാടൽ എന്നായിരുന്നു ഫെനിയുടെ പ്രതികരണം. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഷിജോ, ഈ ഫെനി നൈനാൻ നടത്തിയത് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ്. അതിജീവിത ആ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിനോടുള്ള ഫെനി നൈനാന്റെ പ്രതികരണം? ഇന്നലെയാണ് അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഫെനി നൈനാൻ രംഗത്ത് വന്നത്. ഫെനി നൈനാൻ അതിനകത്ത് പറഞ്ഞിരുന്നത് അതിജീവിതയുമായിട്ട് ഫെനി നൈനാൻ കഴിഞ്ഞ ഒക്ടോബർ 24 മുതൽ 2025 വരെ നടത്തിയ ചാറ്റ് വിശദാംശങ്ങളടക്കം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെതിരെ അതിജീവിത രംഗത്ത് വരികയും ഫെനി നൈനാനെതിരെ സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായതാണ്. ആ കേസെടുത്തതിന് പിന്നാലെയാണ് ഫെനി നൈനാൻ ഇപ്പോൾ വീണ്ടും ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഫെനി നൈനാൻ പേടിച്ചിട്ടുമില്ല, പിന്നോട്ടുമില്ല, ഇതിനെയെല്ലാം നിയമപരമായിട്ട് നേരിടും എന്നുള്ള കാര്യമാണ് പറയുന്നത്. തലയും വാലും ഇല്ലാത്ത ചാറ്റുകളല്ല താൻ പുറത്തുവിട്ടത്. അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട്. അതെല്ലാം തന്റെ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകന് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഫെനി നൈനാൻ പുതിയ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെപ്പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല. അവരുമായി നടത്തിയ ചാറ്റ് വിശദാംശങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതെല്ലാം കോടതിയിൽ കൃത്യമായിട്ട് അറിയിക്കുകയും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തതിനെതിരെ ഫെനി നൈനാന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.